വെൽക്കം ടു ബുദ്ധിസ്റ്റ് റീഡ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എടപ്പള്ളി ബസ് റൂട്ടിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 350 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 3 BHKയുടെ വിശേഷങ്ങളുമായിട്ടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് 4 സെന്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 2 കാർ പാർക്കിംഗ് വർക്ക് ഏരിയ സഹിതമാണ് വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നമുക്കിനി ഈ വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വരാം. ഈ വീടിൻ്റെ എലിവേഷന് ഭംഗി നൽകുന്നത് വളരെ മനോഹരമായ ഈ ഒരു കളർ കോമ്പിനേഷൻ സ്പോട്ട് ലൈറ്റുമാണ്. കൂടാതെ ബോക്സി എലിവേഷനാണ് വന്നിരിക്കുന്നത്. ഈ വീടിന് ഈസ്റ്റിലേക്കും സൗത്തിലേക്കും 2 എലിവേഷൻ വരുന്നുണ്ട്, അതായത് ഫ്രണ്ട് എലിവേഷനും സൈഡ് എലിവേഷനും. കൂടാതെ ഈ വീടിൻ്റെ 2 സൈഡ് ഇൻറ്റേർണൽ റോഡാണ് വരുന്നത്. 3.7 മീറ്റർ ഇൻ്റർലോക്ക് കട്ടകളാണ് ഈ റോഡിൽ പിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷൻ തന്നെയാണ് കോമ്പൗണ്ട് വാളിലും നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വിക്കറ്റ് ഗേറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത്. 4.3 മീറ്ററാണ് ഈ ഒരു ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിൽ ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഗേറ്റിനും നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 13.5 അടിയോളം നീളവും 7 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. കാർ പോർച്ചിൻ്റെ ഇവിടെയായിട്ടുള്ള പില്ലറിന് ടൈല് കൊണ്ട് കവർ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വളരെ ഭംഗിയായി ചെയ്ത ഒരു വെജിറ്റബിൾ ഗാർഡൻ കാണാം. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 10 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഇൻ്റർലോക്ക് കട്ടകളാണ് ഹാഫ് പോർഷൻ വിരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സ്പേസിൽ മെറ്റൽ ചിപ്സ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ 2ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഒരു SUV കാർ പാർക്കിംഗ് സൗകര്യമാണ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നത്. ഈ ഒരു വോളിലായിട്ട് മനോഹരമായ 2 വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 4.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 2 വീലർ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 5.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു കോർണറായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 9.5 അടിയോളം നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് വരുന്നത്. ഈ ഒരു ഭാഗത്തായി നൽകിയിരിക്കുന്ന പില്ലറ് ടൈൽ വർക്കൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തത്. ഈ ഒരു ടൈലിനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു വോളിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. ഈ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഷൂ റാക്ക് ചെയ്ത് അതൊരു സീറ്റിംഗ് യൂണിറ്റ് ആയിട്ടും മാറ്റാവുന്നതാണ്. കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മഹാഗണി 2 പാളികളായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. കൂടാതെ ഗ്ലാസ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് വരുന്നത്. 12.5 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണർ സോഫയാണ് നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിന് ആപ്റ്റായിട്ട് ഉള്ളത്. കൂടാതെ ഒരു കോഫി ടേബിളിനുള്ള സ്പേസും ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും അത്യാവശ്യം ഡെക്കർ സ്പേസും സ്റ്റോറേജ് സ്പേസും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നാൽ വളരെ മനോഹരമായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ലിവിങ് സ്പേസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇരുഭാഗത്തായിട്ടും ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഡെക്കർ സ്പേസൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സ്പോട്ട് ലൈറ്റുകളും വന്നിട്ടുണ്ട്. ഈ ഒരു പാനലിൽ മുകൾ ഭാഗത്ത് സ്പോട്ട് ലൈറ്റൊക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്.
10 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയർ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലാണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും സീലിംഗ് ലൈറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. മനോഹരമായൊരു മിററും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഒഴികെ ബാക്കി എല്ലായിടത്തും ക്ലോസി ടൈലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് ഇവിടെയായിട്ടും ഒരു പാനലിംഗ് വർക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു പാർട്ടീഷൻ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഒരു കൗണ്ടർ സ്പേസും വരുന്നുണ്ട്. കൗണ്ടർ സ്പേസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 2 ലെയർ ആയിട്ട് നമുക്കൊരു ഷെൽഫും ലഭിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 9.5 അടിയിലേറെ നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. കൂടാതെ ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 2 ലെയറായിട്ടാണ് ഇവിടെ കബോർഡ് വർക്കുകൾ വന്നിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് വലിപ്പമുള്ള ഒരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ഓപ്പൺ സ്പേസും വരുന്നുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഈ ഒരു കിച്ചണിന് വന്നിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഈ 2 ലെയറിലുള്ള സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. 11.5 അടിയിലേറെ നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നീളമുള്ള ഒരു കൗണ്ടർ സ്പേസ് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും വലുപ്പമുള്ള ഒരു സിങ്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 2 സൈഡിലും ഗ്രിൽ ഡോർ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായി വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 13 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് വന്നിരിക്കുന്നത്. 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റുമാണ് വന്നിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം ടൈലും ഗ്രാനൈറ്റും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വെന്റിലേഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. പിന്നീട് നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. 10.5 അടിയോളം നീളവും 10.5 അടിയോളം തന്നെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. ഒരു കോർണർ സോഫയൊക്കെ ഇട്ട് ഒരു TV യൂണിറ്റ് ഒക്കെ കൊടുത്താൽ ഇത് നമുക്കൊരു മനോഹരമായ അപ്പർ ലിവിംഗ് ആക്കാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ ഈ ഒരു പോർഷനിലായിട്ട് ഒരു സ്റ്റഡി ടേബിളോ ഓഫീസ് ടേബിളോ ഒക്കെ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. കൂടാതെ സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റിലായിട്ടുള്ള ഈ ബെഡ്റൂമിന് 16 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റോടും കൂടിയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു കോർണർ ലൈറ്റാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഇവിടെയും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്.
എവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 9.5 അടി വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ മിററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. വാട്ടർ ക്ലോസറ്റും സെറയുടെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്റർ എന്നുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. 21 അടിയിലേറെ നീളവും 7 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. മാക്സിനി സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിലായി എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പില്ലർ ടൈലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബാൽക്കണിയുടെ ഹാഫ് പോർഷൻ കവേർഡും ബാക്കി ഓപ്പൺ ബാൽക്കണിയുമായിട്ടാണ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 350 മീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 7 കിലോമീറ്റർ, സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 2.7 കിലോമീറ്റർ, കാക്കനാടേക്ക് 9 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 7 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും വർക്ക് ഏരിയ, 2 കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഈ ഒരു വീടിന് ബിൽഡർ ചോദിക്കുന്നത് 68 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.